അത് താൻ ഈ പരുവത്തി കണ്ടിട്ടാ നാളെ രാവിലെ കെട്ടിറങ്ങുമ്പോ അവൾ എയർ ഹോസ്റ്റസ് ആയിക്കോളും. അല്ല സൂപ്രണ്ടേ, സൂപ്രണ്ടാണ് സത്യം. പകരം വിട്ടാൽ ഇറങ്ങിയിരിക്കുക ദുഷ്ട. ഭയങ്കരി, ഇതിപ്പോ കടുവായ കിടുവ പിടിച്ചതുപോലായിരുന്നു. നിന്നെക്കാളും കള രാജബൊമ്പാലാണല്ലോ തന്റെ ഭാര്യ. സാറിന്റെ ഭാര്യയാണ് ഇതിന് എല്ലാത്തിനും ഉത്തരവാദി. വിളിക്കാൻ പറ്റുന്നവരെ എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എവൾ ഇടപെടുന്ന ഏത് കേസും പുരുഷ വർഗത്തിന് എതിരായ ചരിത്രമേ ഉള്ളൂ. താൻ ചോദിച്ചോ, തന്റെ കൂടെ ഞാൻ ഉണ്ടോ? ചന്ദ്രികേ, ചന്ദ്രികേ, എന്താ എന്താ ഇവിടെ പ്രശ്നം? താനാണോ ചന്ദ്രിക? ഇത് ഞങ്ങൾ ഹസ്ബൻഡ്സിന്റെ പ്രശ്നമാണ്. നിന്നെ പോലൊരു ഉണക്ക ബാച്ചിലത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. താൻ പോ, ഗെറ്റ് ഔട്ട്. ചന്ദ്രികേ, എടി മുതലേ, എടി വായി, എന്താ ഇവിടെ ബഹളം? ആരെയാണ് മുതലേക്ക് വിളിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. എന്താ മനുഷ്യ കുറെ നേരമായില്ല സമരം പറഞ്ഞിട്ട്? അയ്യോ, ഞാനല്ല മറിയത്, അച്ചുവാ. അവൻ എന്തോ ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെന്ന് ചോദിക്കാൻ. ഡൗട്ട് അല്ല, വനിതാ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൽ സംഘടനയുണ്ടെന്ന് കരുതി സകല പുരുഷന്മാരെ പഠിക്കാത്ത എയർ ഹോസ്റ്റസ് ആണെന്ന് പറഞ്ഞ് ഒരു നെഴ്സിനെ എന്റെ തലയിൽ വെച്ച് കെട്ടിയില്ലേ? നന്നായി പോയി. താനെന്നെ എന്തോ ചെയ്യും? ഒരു പിയൂണിന് നെഴ്സ് തന്നെ ധാരാളാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണം കഴിഞ്ഞാൽ പിന്നെ താൻ പിയൂണും അല്ല അവള് നെഴ്സും അല്ല, ഭാര്യയും ഭർത്താവുക. അത് ഓർമ്മ വേണം. അവളോടൊപ്പം അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. അല്ലെങ്കിലേ ചന്ദ്രികയുടെ തനി സ്വഭാവം താൻ അറിയും. വരത്തല്ലേ ഇമ്മാനെ വരത്ത കൈയും മരങ്ങോടും പറയും. അച്ഛനും കുട്ടിയെ തോൽപ്പിക്കാൻ ഒരു ചെറ്റയും കരുതണ്ട. കെട്ടുതാരിയെ വഴിപ്പിച്ച് അവളെ ഇറക്കി വിട്ടില്ലെങ്കിൽ മേലെ വീട്ടിൽ അച്ഛനും കുട്ടിയുടെ ഇങ്ങനെ അടിച്ചോ, ഇങ്ങനെ ഇങ്ങനെ. ഇന്നലെ വരെ എനിക്ക് ചന്ദ്ര ചേച്ചിയോട് യാതൊരു മതിപ്പില്ലായിരുന്നു. പക്ഷെ ഈ നിമിഷം മുതൽ എനിക്ക് എന്തോ മനസ്സിലുള്ളത് തുറന്നു പറ. ആര് എതിർത്താലും ഈ കല്യാണം ഞാൻ നടത്തിത്തരും. പോലെ ആ പ്രതീക്ഷ പോയി. നിനക്കിത്